നമ്മൾ എല്ലാ വ്യക്തികളോടും ക്ഷമിക്കാൻ തയ്യാറാകണം. എന്നാൽ ക്ഷമിച്ചുകൊണ്ട് എത്ര തവണ അവർക്ക് അവസരം നൽകണം എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കുകയും വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വേണ്ടിയിട്ട് തന്നെയാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എത്ര തവണ ക്ഷമിച്ച് അവസരം നൽകണം എന്നത് നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു വ്യക്തി നമ്മളോട് ഒരു തെറ്റ് ചെയ്തു, നമ്മൾ ആദ്യത്തെ തവണ ക്ഷമിച്ചു എന്ന് വെക്കുക. ആദ്യത്തെ തവണ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു മനസ്സമാധാനം തരും. അവരൊരു അവസരം ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. 2 തവണയാണ് ഞാൻ ഒരു വ്യക്തിക്ക് ക്ഷമിച്ച് അവസരം നൽകുന്നത്. ആദ്യത്തെ തവണ എങ്ങനെയാണ് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നൽകുന്നതാണ്. ഞാനും ഡൗൺ ആയിരിക്കുമല്ലോ, ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എനിക്കങ്ങനെ വിശ്വസിക്കാനും കുറച്ചൊരു പ്രയാസമൊക്കെ ആയിരിക്കും. 2ാമത്തെ തവണ ആ വ്യക്തി വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നമ്മളൊന്ന് ക്ഷമിക്കും. പക്ഷെ അവിടെ ഞാൻ ഉറപ്പുവരുത്തും, ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടീഷണൽ ആയിട്ടുള്ള ഫർഗീവ്നെസ് ആണ്. ചില നിബന്ധനകളോട് കൂടിയ ക്ഷമയാണ് ഞാൻ നൽകിയിരിക്കുന്നത്. 3ാമത്തെ തവണ ഇതേ വ്യക്തി വീണ്ടും തെറ്റുകൾ ചെയ്തിട്ട് എന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ഞാൻ പറയും, ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇനി ഒരു അവസരമില്ല, എനിക്ക് വൈകാരികമായിട്ട് പഴയ രീതിയിലുള്ള ആ ഒരു അടുപ്പവും ഇനി ഉണ്ടാവുകയില്ല. അതേത് ബന്ധമാണെങ്കിലും. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു വ്യക്തിയോട് എത്ര തവണ ക്ഷമിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. എന്നാൽ എത്ര തവണ നമ്മളെ ചതിക്കണം, എത്ര തവണ നമ്മളെ പറ്റിക്കണം എന്നത് അവരുടെ തീരുമാനമായി മാറുന്നത് ഈ 2, 3, 4, 5 തവണയൊക്കെ നമ്മൾ അവസരം കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അവർ തെറ്റ് ആവർത്തിക്കുമ്പോഴാണ്. തെറ്റ് എന്ന് പറയുന്നത് അറിയാതെ ചെയ്യുന്നതാണ്, അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. എന്നാൽ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് അത് അറിവില്ലായ്മയല്ല, അത് അവരുടെ തീരുമാനമാണ്, അവരുടെ തിരഞ്ഞെടുപ്പാണ്, അല്ലെ? അത് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ നമുക്കുണ്ട്. നമ്മളത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സ്വന്തം ഉൾക്കരുത്തും ആത്മധൈര്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ജീവിതത്തെ നിർവചിക്കേണ്ടത് നമ്മുടെ തന്നെ ഒരു ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനി നിങ്ങൾ തന്നെ പറയൂ, എത്ര തവണ നിങ്ങൾ ഒരു വ്യക്തിയോട് ക്ഷമിച്ച് അവസരം നൽകാൻ തയ്യാറാണ്?